നിമിഷങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമീ ഈശനേ എന്റെ ഭാരം തീർക്കാൻ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒന്നുമില്ല എങ്കിലും എല്ലാം ഉണ്ടെന്ന് വമ്പു പറയുന്ന അനേകർ ഉണ്ട്. അറിവിൽ ഞാൻ മുമ്പനാണ്, പദവിയിൽ ഞാൻ വലിയവനാണ്, ലോകത്തിലുള്ള സകലത്തിനെക്കുറിച്ചും എനിക്ക് നല്ല അറിവുണ്ട് എന്നൊക്കെയെല്ലാം ഇവർ പറയും. ഭവിക്കേണ്ടതിനും മീതെ ഭാവിച്ച് ഉയരുന്നവർ. ഈ വിധത്തിൽ ചിന്തിച്ചു എന്ന് കരുതാവുന്ന ഒരുവനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ശിമോൻ പത്രോസ്. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതൽ മീൻ പിടിക്കുന്നവർ. കടലിൻ്റെ ആഴവും കടലിൽ എവിടെ മീനുണ്ടെന്നും വ്യക്തമായി അറിവുള്ളവൻ. ഇതെല്ലാം അറിയാമെന്ന് പുകഴുന്ന പത്രോസ് ആ രാത്രിയിൽ വല വീശിയിട്ട് ഒന്നും ലഭിച്ചില്ല. നിരാശനായി വല കഴുകിയ പത്രോസിൻ്റെ പടകിൽ യേശു കയറി പുരുഷാരത്തെ ഉപദേശിച്ചു. തുടർന്ന് പത്രോസിനോട് പറഞ്ഞു, ആഴത്തിലേക്ക് വല ഇറക്കുക. ലൂക്കോസ് 5:4. പരിചയസമ്പന്നനായ മീൻപിടുത്തക്കാരൻ എന്ന് അഭിമാനിച്ചിരുന്ന പത്രോസിന് യേശുവിൻ്റെ നിർദ്ദേശം തൻ്റെ ബുദ്ധിക്ക് നിരക്കുന്നതായിരുന്നില്ല. തച്ചൻ്റെ മകനായ യേശുവിന് കടലിനെക്കുറിച്ചും കടലിൽ കിടക്കുന്ന മീനിനെക്കുറിച്ചും എന്തറിയാം? അങ്ങനെയായിരിക്കാം പത്രോസ് ചിന്തിച്ചത്. അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ ഞങ്ങൾ മീൻപിടുത്തക്കാരാ. ഈ ചിന്തയോടുകൂടി പത്രോസ് യേശുവിനോട് പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും ഇവിടെ വീശിയതാ, ഒന്നും കിട്ടിയില്ല. ലൂക്കോസ് 5:5. ശിമോൻ പറയുന്നത്, രാത്രി മുഴുവനും ഞങ്ങൾ വല വീശുകയായിരുന്നു. മീൻ എവിടെ ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമായി അറിയാമായിരുന്നു. മീൻ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഒരു മീൻ പോലും ഇവിടെയില്ല. ഞങ്ങൾ വലയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ വലയിറക്കാം. പക്ഷെ ഒന്നും കിട്ടില്ല. ഇന്ന് നമ്മിൽ പലരും പത്രോസിനെ പോലെ എല്ലാം അറിയാം എന്ന് നടിക്കുന്നവരല്ലേ. നമ്മുടെ അറിവ് മാറ്റിവെച്ച് യേശു പറയുന്നത് അനുസരിക്കണം. അപ്പോഴാ നന്മ ഉണ്ടാകുന്നത്. ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ പത്രോസ് തൻ്റെ അറിവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എങ്കിലും നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എങ്കിലും എന്നതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കടലിൽ ഒരു മീനുമില്ല, നീ പറഞ്ഞതുകൊണ്ട് മാത്രം വലയിറക്കാം. പത്രോസ് തൻ്റെ വല വീശി. വലയിൽ അകപ്പെട്ട പെരുത്ത മീൻകൂട്ടത്തെയാ പത്രോസ് കണ്ടത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം നൽകുന്നവനാ നമ്മളുടെ കർത്താവ്. ഒരു തവണ വലയിറക്കിയപ്പോൾ പടക് രണ്ടും മുങ്ങുമാർ. പെരുത്ത മീൻകൂട്ടം. 5:7. പെരുത്ത മീൻകൂട്ടം കണ്ടപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി. യേശുവിൻ്റെ മുൻപിൽ എൻ്റെ അറിവേതുമില്ല. അപ്രതീക്ഷിതമായി ലഭിച്ച ഈ സമൃദ്ധി പത്രോസിനെ വിനയാന്വിതനാക്കി. പത്രോസിൻ്റെ അഹം എന്ന ഭാവം മാറി. അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണു. പത്രോസ് പറയുന്നത്, കർത്താവേ, ഞാൻ പാപിയാ, നിൻ്റെ മുമ്പിൽ നിൽപ്പാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. യേശുവിൻ്റെ മഹത്വത്തിന് മുൻപിൽ തൻ്റെ കുറവുകളെ പത്രോസ് കണ്ടു. കുറവുകളെ സമ്മതിച്ച പത്രോസിനെ കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. 5:10. മീൻപിടുത്തക്കാരനെ കർത്താവിന് വേണ്ടി മനുഷ്യരെ നേടിയെടുക്കുന്നവനാക്കി, മനുഷ്യരെ പിടിക്കുന്നവനാക്കി. സദൃശവാക്യം 29:23 ഇപ്രകാരമാണ്, മനുഷ്യൻ്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയം ഉള്ളവനോ മാനം പ്രാപിക്കും. ഗർവിഷ്ഠതയല്ല, വിനയപ്പെടുന്നവരെയാ കർത്താവിന് ആവശ്യം. ഗർവവും ഉന്നതഭാവമുള്ളവൻ താണുപോകും. യെശയ്യാവ് 2:12. ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ച യെശയ്യാവ്
തൻ്റെ കുറവുകളെ മനസ്സിലാക്കി പറയുന്നത്, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ. യെശയ്യാവ് 6:5. കുറവുകൾ സംബന്ധിച്ച് യെശയ്യാവിനെ ശുദ്ധീകരിച്ച് ജനത്തിൻ്റെ പ്രവാചകനായി നിയമിക്കുകയാ. 6:9. ബാല്യക്കാരൻ്റെ സൗഖ്യത്തിനായി യേശുവിനോട് അപേക്ഷിച്ച ശതാധിപനോട് യേശു പറഞ്ഞു, ഞാൻ വന്നവനെ സൗഖ്യമാക്കാം. യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ശതാധിപൻ പറഞ്ഞത്, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല. മത്തായി 8:8. അയോഗ്യത സംബന്ധിച്ച ശതാധിപൻ്റെ വിശ്വാസത്തെ അഭിനന്ദിച്ചുകൊണ്ട് യേശു പറയുകയാ, ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന്. കുറവുകളെ സംബന്ധിച്ച് ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, വിക്കന, തടിച്ച നാവുള്ളവനാ എന്ന് മോശ പറയുമ്പോൾ, മോശയെ കൊണ്ട സ്ത്രീകളും കുട്ടികളും കൂടാതെ 600,000 പുരുഷന്മാരെ അടിമത്തത്തിൽ നിന്ന് ദൈവം വിടുവിച്ചത്. പുറപ്പാട് 4:10. ബലഹീനതകൾ സമ്മതിച്ചുകൊണ്ട് ഒഴിഞ്ഞ പാത്രമായി കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുന്നവരെ അവൻ നിറയ്ക്കുന്നത്. പത്രോസ് തൻ്റെ പരാജയം സമ്മതിച്ചു, കർത്താവിനെ അനുസരിച്ചു. അവൻ്റെ മഹത്വം ദർശിച്ച പത്രോസ് തൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞു. യേശു അവന് പുതിയ നിയോഗം നൽകി അനുഗ്രഹിച്ചു. പത്രോസിനെ പോലെ നമ്മുടെ ഗർവവും തന്നിഷ്ടവും ഏറ്റുപറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്താം, വിനയമുള്ളവരായി തീരാം, യേശുവിനെ പൂർണ്ണമായി അനുസരിക്കാം. കർത്താവേ, എന്നിലുള്ള അഹങ്കാരത്തെ ഉപേക്ഷിച്ച് നിന്റെ മുൻപിൽ വിനയപ്പെടുവാനുള്ള മനസ്സ് എനിക്ക് തരണമേ. ആമേൻ. ജീവിത ഭാരം